ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണോ? അത് എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അത് ഞാൻ ആദ്യമേ പറയാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. കാരണം നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു വീഡിയോയിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ഒരു ഗോൾ മാനിഫെസ്റ്റേഷൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്കിത് പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഫ്രീ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്തിട്ട് ഫ്രീ ആവുന്ന സമയത്ത് വീഡിയോ മുഴുവനായിട്ടും കാണാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യവുമായിട്ട് നമ്മൾ വളരെയധികം ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്കത് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? പക്ഷെ പല ആളുകളും വളരെയധികം അറ്റാച്ച്ഡ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യവുമായിട്ട്. അത് റിലേഷൻഷിപ്പിൻ്റെ കേസിലും ഗോളിൻ്റെ കേസിലും രണ്ടും ഞാൻ ഡിഫറെൻറ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പേഴ്സൺ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി പോയ വ്യക്തിയെ വീണ്ടും നമ്മുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ വ്യക്തിയുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. ആ വ്യക്തി ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷമില്ല. ഓക്കെ, അപ്പം ഞാനൊരു ഡിറ്റാച്ച്മെൻറ്റ് ടെസ്റ്റ് ഞാൻ തരാം. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ വീഡിയോ കാണുന്ന നിങ്ങളോട്. ആ വ്യക്തി നമ്മുടെ ലൈഫിൽ ഇല്ലെങ്കിൽ നമ്മൾ ഹാപ്പിയാണോ? അതോ ആ വ്യക്തി തിരിച്ചു വന്നാലേ നമ്മൾ ഹാപ്പി ആവുള്ളൂ? സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും, അല്ലേ? പക്ഷെ ആ വ്യക്തി ഇല്ലെങ്കിലോ വന്നില്ലെങ്കിലോ നമ്മൾ ഹാപ്പിയാണോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുക. ഞാൻ ഹാപ്പിയാണ് എന്ന് പറയാൻ ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പവറുണ്ട്. മീൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നേരെ മറിച്ച് നിങ്ങൾ ഭയങ്കര നിരാശയിലിരിക്കുകയാണ്, വിഷമത്തിലിരുന്നു കൊണ്ട് നിങ്ങളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ വളരെ ലോ ലെവൽ ഫ്രീക്വൻസി ആയിരിക്കും, വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ് പറയുന്നത് തോട്ടിൻ്റെ. അത് ഹൈ ആകുന്ന സമയത്ത്, അഥവാ നമ്മൾ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റിലിരിക്കുക, നമ്മൾ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ആ തോട്ടിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവരെ വലിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. വലിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു മാഗ്നറ്റിക് പവർ ഉണ്ടായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത് അതുപോലെ നടക്കുന്ന ഒരു പവർ. അപ്പോൾ ഇത് കിട്ടാൻ എന്താണ് ചെയ്യാന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മുടെ സെൽഫിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഹാപ്പി ആവണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് ഹാപ്പി ആവുക? നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. അത് ഹോബീസ് ആവാം, പാഷൻ ആവാം, നമ്മുടെ ലക്ഷ്യങ്ങളാവാം. അപ്പം അതൊക്കെ നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെൽഫ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും പുതിയ സ്കില്ലുകൾ പഠിക്കുക, അതിലൊക്കെ എൻഗേജ്ഡ് ആവുക. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുക. അതുപോലെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ഒരു സ്പെസിഫിക് വ്യക്തിയിൽ മാത്രമായിരിക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായോ? അങ്ങനെ സെൽഫായിട്ട് വർക്ക് ചെയ്ത് സെൽഫ് ലവ് ചെയ്യുക, സെൽഫ് കെയർ ചെയ്യുക. എന്നിട്ട് നമ്മളെ തന്നെ അങ്ങോട്ട് സ്നേഹിക്കുക. അപ്പം നമുക്ക് നല്ല മാഗ്നറ്റിക് പവർ ഉണ്ടായിരിക്കും. അങ്ങനെ സെൽഫായിട്ട് സാധിക്കാത്ത ആളുകൾക്കാണ് നമ്മൾ LM എന്ന് പറയുന്ന, ലവ് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു പേഴ്സണൽ ഗൈഡൻസ് കൊടുക്കുന്നത്. റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് അത്. ഓൾറെഡി റിലേഷൻഷിപ്പിലായിട്ട് ബ്രേക്കപ്പ് ആയവർക്കാണ് അത് ഒന്നുകൂടി കൂടുതലായിട്ട് വർക്ക് ആവുക. അപ്പം അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ടോപ്പിക്കിലോട്ട് തന്നെ തിരിച്ചു വരാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ വിളിച്ച് സംസാരിച്ചോളൂ. ഓക്കെ, അതിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് ഇതിൽ പറയുന്നില്ല, ടോപ്പിക്കിലോട്ട് വരാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ട് നമുക്ക്. ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന പൊസിഷനിൽ എനിക്ക് എത്തണം, അല്ലെങ്കിൽ ഇന്നൊരു വസ്തു എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഡ്രീമാണെന്നുണ്ടെങ്കിൽ അതിലോട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു വസ്തു ആണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് വാങ്ങിക്കാൻ പണം വേണം. അപ്പോൾ പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കും. ഒരു പാഷൻ ആണെങ്കിൽ ആ പാഷൻ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ കുറച്ച് സ്റ്റെപ്സുകൾ, മീൻസ് പോണ കുറച്ച് വഴികൾ ഉണ്ടായിരിക്കാം. ആ വഴികൾ പലപ്പോഴും നമുക്ക് ഭയങ്കര പ്രയാസമുള്ള, മാനസികമായി തളർത്തുന്ന സന്ദർഭങ്ങളൊക്കെ ആയിരിക്കാം.
അവിടെയൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളതല്ല പറയുന്നത്. നമുക്ക് വിഷമം ഉണ്ടാവും, റിജക്ഷൻസ് വരും പല സംഭവങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കുന്ന സമയത്ത് പല തടസ്സങ്ങളും ഉണ്ടായിന്ന് വരാം. പക്ഷേ ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുകയാണെന്നല്ലോ നമ്മൾ. അപ്പൊ നമ്മളത് വിഷമത്തോടു കൂടി ചെയ്യാതെ ഇഷ്ടത്തോടു കൂടി ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ അൾട്ടിമേറ്റ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന കാര്യം എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ ഇഷ്ടത്തോടു കൂടി ചെയ്യുക. സ്ട്രഗിളൊക്കെ നമ്മൾ ഇഷ്ടത്തോടു കൂടിയിട്ട് സ്ട്രഗിൾ ചെയ്യുക. മനസ്സിലായോ? അവിടെ ഇഷ്ടം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു വിഷയം ഞാനിവിടെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ചില ആളുകൾക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടാവും, ആ ആഗ്രഹം കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു വിഷമമായിരിക്കും. കാരണം എന്താ വിഷമം വരാൻ കാരണം? അത് ആ ഒരു ആഗ്രഹവുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ കഴിയുന്നില്ല ആളുകൾക്ക്. അതുകൊണ്ടായിരിക്കും അവർക്ക് മാനിഫെസ്റ്റേഷൻ ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, മനസ്സിലായോ? ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തൊരു ആഗ്രഹമാണെങ്കിലും അത് ഫീൽ ചെയ്തിട്ട് അത് റിലീസ് ചെയ്യണം. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. അപ്പോൾ ഈ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും അഫർമേഷൻ മനസ്സിൽ പറയുന്നത്, വിഷ്വലൈസേഷൻ അഥവാ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യുന്നത്, അത് ഫീൽ ചെയ്യുന്നത്. ചില ആളുകൾ സ്ക്രിപ്റ്റിംഗ് ചെയ്യും, എഴുതുന്നത് ചില ആളുകൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പം ഇങ്ങനെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസിലൂടെ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കുക, നമ്മുടെ ബോഡിയിലെ 5 സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് അത് മാക്സിമം ഫീൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനിഫെസ്റ്റേഷനിൽ. അപ്പോൾ ഫീൽ എന്നുള്ളതിനെ പറ്റി പല ആളുകൾക്കും പല രീതിയിലുള്ള ഐഡിയാസ് ഉണ്ട്. പക്ഷെ ഇതൊന്ന് റിലീസ് ചെയ്യുക എന്ന് പറയുന്നതിനെ പറ്റി പല ആളുകൾക്കും അറിയില്ല. അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ അഫർമേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ 5 മിനിറ്റ് വിഷ്വലൈസേഷൻ ചെയ്യുന്നു. അതിനുശേഷം ഇറ്റ്സ് ഡൺ, ഇത് നടക്കുന്നു, യെസ് ഇത് നടക്കുന്നു, യെസ് ഇത് നടക്കുന്നു, യെസ് ഇത് നടക്കുന്നു എന്നുള്ളത്, നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, എന്താണോ മനസ്സിൽ കണ്ടത്, ആ സാധനം നടക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് വൈൻഡപ്പ് ചെയ്യുക നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി. ആ ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് റെഗുലറായിട്ട്, അത്തരം കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആവുക, നമ്മുടെ ഡ്യൂട്ടീസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. റെഗുലറായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ആ സമയത്തൊക്കെ ഇത് തന്നെ ആലോചിച്ചുകൊണ്ട് നടക്കണം എന്നില്ല. മനസ്സിലായോ? മോർണിംഗിലും നൈറ്റും ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് മാത്രം ഇതിനെ പറ്റിയിട്ട് ഡീപ്പായിട്ട് ചിന്തിക്കുകയും ഫീൽ ചെയ്യുകയും ചെയ്താൽ മതി. ഫുൾ ടൈം ഫീൽ ചെയ്ത് നടക്കണം എന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും തോട്ടുകൾ വരികയാണെങ്കിൽ വന്നോട്ടെ, അത് ഫീൽ ചെയ്തിട്ട് അപ്പം തന്നെ വിടുക. ഓക്കെ, അതന്നെ ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫീൽ ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ഡൺ എന്നുള്ള ഒരു തോട്ട് ഉപയോഗിക്കുക. അത് നിങ്ങൾ മനസ്സിൽ പറഞ്ഞാൽ മതി. പിന്നീട് നമ്മൾ സാധാരണ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ ആ കാര്യങ്ങളിലോട്ട് പോവുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇനി അഡീഷണൽ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജോലി എന്താണ്, യൂണിവേഴ്സിൻ്റെ ജോബ് എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയുള്ള പരിപാടികളൊക്കെ ഫീൽ ചെയ്യുക. ഓക്കെ, നമ്മുടെ ആഗ്രഹം കറക്റ്റായിട്ട് അതിപ്പോൾ ഈ നിമിഷത്തിൽ നടക്കുന്ന പോലെ ഫീൽ ചെയ്യുക, എന്നിട്ട് അത് വിട്ടേക്കുക. പിന്നെ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ആക്ഷൻസ് ഉണ്ടാവും, ഇൻസ്പയർഡ് ആക്ഷൻസ് എന്ന് പറയും അതിന്. അപ്പോൾ ആ ആക്ഷൻസ് നമ്മൾ എടുക്കുക. ആക്ഷൻസ് എടുക്കാനൊക്കെ മടിയുള്ള ആളുകളോടൊക്കെയാണ് അഫർമേഷൻ ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ യാതൊരു ഓപ്പർച്യൂണിറ്റീസും കാണാൻ സാധിക്കാത്ത സിറ്റുവേഷനിലാണ് നമ്മൾ വിഷ്വലൈസേഷനൊക്കെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണിച്ചു തരും. അപ്പോൾ അത് കാണിച്ചു തരുമ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ എടുത്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. മനസ്സിലായോ? അപ്പോൾ ഫീൽ ചെയ്യാനും അഥവാ ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസുകൾ ചെയ്യാനും ഇൻസ്പയർഡ് ആക്ഷൻസ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ജോലി. ഇനി യൂണിവേഴ്സിൻ്റെ ജോലി എന്താണ്? ഹൗ എന്നുള്ളതാണ്. എങ്ങനെ? പലരും വിചാരിക്കുന്നത് എങ്ങനെയെന്നുള്ളതും കൂടി എനിക്കറിഞ്ഞാലേ ഇതൊക്കെ വർക്കാവുള്ളൂ എന്നുള്ളതാണ്. അതങ്ങനെയല്ല. ഹൗ എന്നുള്ളത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക, അത് സമർപ്പിക്കുക. എങ്ങനെയെന്നുള്ളത് അത് സമർപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വഴികൾ തെളിയും. അപ്പം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. തുടക്കത്തിലേ അറിഞ്ഞോളന്നില്ല, പലർക്കും അറിയില്ല. അത് യൂണിവേഴ്സിൻ്റെ ജോബാണ്, അത് നമ്മുടെ ജോലിയാണെന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം. യൂണിവേഴ്സ് നമുക്കത് കാണിച്ചു തരും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആക്ഷൻസ് എടുത്തിട്ട്.
അപ്പോൾ ഹൗ എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ പണിയാണ്, ജോലിയാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും മാനിഫെസ്റ്റേഷൻ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. പലരും വിഷമിക്കുന്നത് ഹൗ, വെൻ, ഈ രണ്ട് കാര്യങ്ങളാണ്. എങ്ങനെ, എപ്പോ, ഇതൊക്കെ നടക്കുമോ? ഞാൻ പറയുന്നത് നിങ്ങൾ എന്ത് ചിന്തിച്ചു കഴിഞ്ഞാലും നടക്കും. ചിന്തിക്കുമ്പോൾ, അത് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് പോസിറ്റീവ് തലത്തിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഹാർട്ടുള്ള ഒരു വ്യക്തിയാണ്, എപ്പോഴും സ്വയം സന്തോഷം കണ്ടെത്താൻ കഴിയുന്ന ആളാണ്, സെൽഫ് ലവ് ഉള്ള ആളാണ്, സെൽഫ് കെയർ ഉള്ള ആളാണ്, നമുക്ക് നമ്മളെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര മാഗ്നറ്റിക് പവർ ഉള്ള ആളാണ്, എന്ത് കാര്യം എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ആളാണ്. ഇങ്ങനത്തെയൊക്കെ ഒരു ആളായിട്ട് നമുക്ക് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തോട്ടിന് ഭയങ്കര മാഗ്നറ്റിക് പവർ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ആ പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് എല്ലാവിധ സപ്പോർട്ടും യൂണിവേഴ്സ് ചെയ്യും. ഹൗ എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ജോബാണ്, അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയൊക്കെ കോൺഫിഡൻസ് കിട്ടിയല്ലോ. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുത്ത് തുടങ്ങുക. വിഷ്വലൈസേഷനോ അഫർമേഷനോ എന്താണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് ആക്ഷൻസ് എടുക്കുക. നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇപ്പോൾ വീഡിയോയുടെ ഡ്യൂറേഷൻ ഒത്തിരി ആയെന്ന് തോന്നുന്നു. ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. തുടർന്ന് വരുന്ന വീഡിയോസിൽ നമുക്ക് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും യൂസ്ഫുൾ ആകട്ടെ. അവരും അവരുടെ ആഗ്രഹങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഡ്രീം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.